A train 500-meter long completely passes out of a tunnel 1 kilometer in length in 1 minute. What is the speed of the train? അതായത് 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് ഒരു കിലോമീറ്റർ ദൂരമുള്ള ടണലിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം 1 മിനിറ്റാണ്. നമുക്കിവിടെ ട്രെയിനിൻ്റെ സ്പീഡാണ് അറിയേണ്ടത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടണൽ ഇത്രയും നീളം ഉണ്ടെങ്കിൽ ടണൽ 1 കിലോമീറ്ററാണ് നീളം. ഈ ട്രെയിന് ഇപ്പുറത്ത് ഈ ട്രെയിൻ ഇതാണ്. ട്രെയിൻ 1/2 കിലോമീറ്റർ, 500 മീറ്റർ പറയുമ്പോൾ 1/2 കിലോമീറ്റർ. അപ്പോൾ ഈ ടണൽ പാസ് ചെയ്യാന്ന് പറയുമ്പോൾ ടണലിൻ്റെ ദൂരവും ഈ ട്രെയിനിൻ്റെ ദൂരവും കവർ ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടണലിൻ്റെ ലെങ്ത്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത്ത്, അതായത് 1.5 കിലോമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. ഓക്കെ, 1.5 കിലോമീറ്റർ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1.5 കിലോമീറ്റർ. ഓക്കെ, ഈ 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ പോകുന്ന ദൂരമാണ്. 1 മിനിറ്റിൽ ഇത് പോകുന്നത് 1.5 പറഞ്ഞാൽ 1 × 2 2 2 + 1 3 3/2 കിലോമീറ്ററാണ് 1 മിനിറ്റിൽ പോകുന്നത്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 അവർ. അപ്പോൾ 1 അവറിൽ പോകുന്ന ദൂരം കണക്കാക്കിയാൽ നമുക്ക് സ്പീഡായി. അപ്പോൾ 60 മിനിറ്റിൽ പോകുന്ന ദൂരം ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 60 ചെയ്താൽ മതി. 60ൽ 30 ടൈംസ് 30 × 3 90. ആൻസർ ഈസ് ഈക്വൽ ടു 90 km/h. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 90 km/h. If you like this video, please like, share and subscribe. Thank you.